നിങ്ങൾക്കത് ഞാൻ എടുത്തത് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. 1 2 3 4 ബോക്സിലാണ് ഗൈസ് മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണം മേടിച്ചത്. 4 ബോക്സിൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. അതെ, എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് അമ്മച്ചിമാർ തന്നൊരു പേരുണ്ട്, പൊങ്ങച്ചക്കാരി എന്ന് പറഞ്ഞിട്ട്. യെസ്, ഐ ആം മീ ഇൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടാതിരി ഐ ആം എ പൊങ്ങച്ചക്കാരി. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന എന്തൊരു സാധനവും നമുക്ക് പ്രൗഡോടുകൂടി പറയാൻ പറ്റും അത് നമ്മുടേതാണ് എന്ന്. ആരും ഔദാര്യം തന്നതല്ല, ആരുടെ അടുത്തു നിന്നും തട്ടിപ്പറിച്ചതല്ല, ആരുടെ അടുത്തു നിന്നും മോഷ്ടിച്ചതല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, അത്രമേൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എന്തിനേയും നമുക്ക് പ്രൗഡോടുകൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, ഞാൻ പ്രൗഡോടുകൂടെ കാണിച്ച ഒരു മുതലായിരുന്നു ഇത്. ടോട്ടൽ 8 പവൻ വരുന്ന ഒരു മാല. ഈ സമയത്തൊക്കെ 8 പവൻ്റെ മാല എന്ന് പറയുമ്പോൾ എൻ്റെ കള്ള ചൊന്ന് ഈ വൈക്ക് വന്നേക്കല്ലേ എന്നും കൂടി പറയാം. അപ്പം സംഭവം, ഞാൻ ഈ ഒരു മാല എടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു പോയത്, വേറെ ഒരു മാല എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ആ ജ്വല്ലറിയിൽ നിന്ന് അവിടുത്തെ സെയിൽസ്മാൻ എന്നോട് പറഞ്ഞു, നീ ഉദ്ദേശിച്ച മാലയിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ലൈഫ് കിട്ടുന്നൊരു മാലയാണ് ദീ മാല എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞു, 2 പവൻ്റെ ലോക്കറ്റ് വരുന്നുണ്ട്, അപ്പം അത് ഇട്ടാലോ എന്ന് ചോദിച്ചു. 5.5 പവനാണ് ഇത് വരുന്നത്. പിന്നെ 8 പറയുന്നത് 1/2 പവൻ്റെ ഒരു ഏലസും ഉണ്ട് കേട്ടോ. അപ്പോൾ 5.5 പവൻ്റെ മാലയാണ് വരുന്നത്. അതുമ്മൽ താങ്ങുമെന്ന് ചോദിച്ച സമയത്ത് ധൈര്യമായിട്ട് ഇട്ടോന്ന് പറഞ്ഞു, എടുത്തോന്ന് പറഞ്ഞു. എടുത്ത മാലയാണിത്. മാല എടുത്തിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ. എവിടെയെങ്കിലും പോകുമ്പോഴും കിടക്കുന്ന സമയത്ത് ഊരി വെക്കും എന്നുള്ള ഒരു കണ്ടീഷനിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ മലബാർ ഗോൾഡിലെ മാനേജറെ ഞാൻ വിളിച്ചു. അപ്പം അയാൾ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇവിടേക്ക് ഇങ്ങനെ പൊളന്ന് പോരുക ചെയ്യുന്നത്. ഈ സാധനം ഈ ഒരു കാണാവോ, കണ്ടോ? അപ്പം അങ്ങനെ. അപ്പോൾ ഇതൊന്ന് കൊണ്ടു കൊടുക്കണം. പിന്നെ എനിക്കൊരു ഫ്രെയിം മേടിക്കാനുണ്ട്. എൻ്റെ പല്ലൊന്ന് കാണിക്കാനുണ്ട്. പല്ല് കാണിക്കൽ ചിലപ്പോൾ കാണിക്കുള്ളൂ. ഫ്രെയിം നിർബന്ധമായിട്ട് മേടിക്കേണ്ട കേസാണ്. അപ്പോൾ ഒറ്റ ഫ്രെയിമേ ഉള്ളൂ, 20/28. അപ്പോൾ ആ ഫ്രെയിം റെഡിയായി എന്ന് പറഞ്ഞെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അതും ഒന്ന് എടുക്കണം. അപ്പോൾ കാർ എടുത്തിട്ട് പോകണോ ബസ്സിന് പോകണോ എന്നുള്ളൊരു ഡൗട്ട്. മലബാർ ഗോൾഡ് അവിടെ ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഫ്രെയിമിൻ്റെ ഷോപ്പാണെങ്കിലും ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഫ്രെയിം കൊണ്ടുവരുന്നൊരു കാര്യമാണ്, അത് സീറ്റുള്ള ബസ്സാണെങ്കിൽ സേഫാണ്, അതും ഷുല്ല. അപ്പം കാറ് വേണോ ബസ് വേണോ, ഇതാണ് ഇപ്പം കൺഫ്യൂഷൻ. ഏതായാലും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പം ഇന്ന് മാലയും കൊണ്ട് ഇറങ്ങുകയാണ്. ഓക്കെ വൈ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റെഡിയായി. ഇന്നൊന്ന് മുടിയൊന്ന് എപ്പോഴും അഴിച്ചിട്ടിട്ടല്ലേ പോലെ. അപ്പോൾ അവർ മാല റിപ്പയർ ചെയ്യല്ലാതെ മാറ്റിത്തരി എങ്ങാനാണെങ്കിൽ ഇതിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ മുടിയുമ്പോൾ കുടുങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം മുടി ഒന്ന് കെട്ടി വെക്കാമെന്ന് കരുതി അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. മാല സേഫ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഒക്കെ റെഡിയായി. ഞാൻ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. എന്തോ എനിക്ക് വിശപ്പില്ല, എന്തരാന്ന് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. പുറത്ത് നടന്നെങ്കിൽ പറ്റിയാണെങ്കിൽ കഴിക്കും. ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനെ കഴിക്കൂല. ചിലപ്പം
കഴിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. കഴിക്കാനും കഴിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അവിടെ വെച്ച് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. ബാഗിൻ്റെ സിബ് അടിക്കും. സിബ് മോക്ക് കിട്ടിയ ബാഗ് ഒന്ന് അടിച്ച് മാറ്റിയതാണ്. മോക്ക് ബാഗ് സ്പോൺസർ ചെയ്തവരോടൊക്കെ സോറി ചോദിക്കുന്നു. ഒന്ന് ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറായിരുന്നു. അപ്പം അയ്യോ നേരെ മലബാർ ഗോൾഡിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ദീനിയാവാം. കാരണം പുറത്ത് നല്ല വെയില, കൂടെ എടുത്ത് ചൂടാൻ മടിയാവുക. അപ്പം ദീനിയായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആഹാ എന്ത് ഭംഗി എന്നെ കാണാൻ. ഓക്കെ, പഠിച്ചോൻ സ്വർഗത്തിലേക്ക് കൂട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. ശരി, പോവാം. പോയിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഓക്കെ, അപ്പം വീട്ടിലിറങ്ങി. നല്ല പുതിയ വെയില, അട്ടുച്ച സമയം. ഇതിനേക്കാൾ ലേറ്റായി. പിള്ളേർ തിരിച്ചെത്തുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അവർ അങ്ങ് ഹാൻഡിൽ ചെയ്തോളും. അയ്യോ, സ്വർഗം കിട്ടാണ്ടായിപ്പോവും. അത് പേടിച്ചിട്ട് മാത്രം കേട്ടോ തലേ തട്ടിടുന്നത്. സ്വർഗം കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകത്തില്ലേ? അതുകൊണ്ടാ ജസ്റ്റ് വീണ്ടും മുസ്ലിം നാമധാരികയിലേക്ക്. എടുത്തിട്ടോളൂ എല്ലാവരും എടുത്തിട്ടോളൂ. എടുത്തിട്ട് അലക്കൂ. ഇങ്ങോട്ട് അലക്കെല്ലാട്ട് കഴിയട്ടെ. എന്നിട്ട് വേണം പിഴിഞ്ഞിട്ടൊന്ന് എനിക്കൊന്ന് ആറിയിടാൻ. ഓക്കെ, ബൈ. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കട്ടെ. ടാറ്റാ. അങ്ങനെ ജസ്ന വീണ്ടും ദീനിയായി. ഒന്നൊന്നൊരു ദീനി മക്കളെ. എന്നറിയോ, മലബാറിലേക്ക് നടക്കുക. അവിടെ പോയിട്ട് എന്തരോ ആവോ എന്തോ എന്നറിയില്ല. മാനേജർ കൊണ്ടുവച്ചെല്ലാം പറഞ്ഞതാണ്. അത് മാറ്റി കിട്ടുമോ, ഇനി മേക്കിംഗ് ചാർജ് ഞാൻ കൂട്ടേണ്ടി വരുമോ, ഒന്നുമേ தெரியாது. പോയി നോക്കട്ടെ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അവിടെ കൊണ്ടുപോയിടാ. ഈ ചൂടത്തിൽ നമ്മുടെ കയറി ചില്ലുമ്പോൾ കിട്ടുന്നൊരു സുഖം ഗായ്സ്. അതാണ് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോഴുള്ള സുഖം. ജാവേദ് കണ്ടോ? അതെ, എനിക്ക് അങ്ങനെ മലബാറിലെത്തി. മല റിട്ടേൺ തരാം കേട്ടോ. റിട്ടേൺ മാറ്റി തരാമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മലബാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കംപ്ലൈൻ്റ് ആണെന്ന് തോന്നിയാൽ അവർ ബാർഗെയിനിങ് ചെയ്യാൻ നിൽക്കില്ല, മാറ്റി നമുക്ക് സാധനം തരും. അതാണ് മലബാർ ഗോൾഡ് എന്ന് എടുക്കുമ്പോൾ ഗുണം. ഹായ്, ഹലോ. ഓർമ്മയുണ്ടോ എന്നെ? ഈ മാല നിങ്ങളെല്ലാരും കൂടി എന്നെ പറ്റിച്ചത്. വർഷങ്ങളോളം ഈട് നിൽക്കുന്നു പറഞ്ഞിട്ട്. ബിജിലി ചേച്ചിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ? ആ, ചെയിൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്നെ സ്വന്തം മുതലാ.
ലോക്കറ്റ് ഒക്കെ കൊടുത്തത് അല്ല ഞാൻ ഇവരോട് അല്ലാണ്ട് പറഞ്ഞു പ്ലെയർ 3 മാസം ഇട്ടിട്ടും കൂടി ഇല്ല. ഞാൻ കൊയിലാണ്ടി കുറുവങ്ങാട് അക്കുടേറ്റ്. ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തൊരു പാവം ഞാൻ. ഇങ്ങനെയാണ് വീഡിയോ എടുക്കുക. അതാ പോയി ഇതല്ലേ എന്റെ കയ്യിലല്ലേ നല്ല ചെയിൻ. അത് നല്ല ചെയിൻ തന്നെ. അധികം ഷോമില്ലാതെ സിമ്പിളായിട്ടുള്ള കൊള്ളാല്ലേ. നല്ല ചെയിനാണ്. ഈ ചെയിൻ തന്നെ മുള്ളാൻ ഇതിനെക്കാട്ടി ഗ്യാരണ്ടി ഞാൻ തരും. വെയിറ്റ് കുറവാണല്ലോ അതിനെക്കാട്ടിലും. അത് കുറവാണ്. റയറാ 42 44 40 45. എനിക്കന്ന് കട്ട് ചെയ്ത് തന്നതായി. എങ്ങനെയാ കട്ട് ചെയ്യുമ്പോൾ കണിക്കൂർ നഷ്ടാവൂലേ? ശരിക്കും അത്ര ലെങ്ത് മതി. രണ്ട് നല്ല ചെയിൻ ഉണ്ട്. ആരും വീഡിയോ എടുത്ത് തരാനില്ല ഗൈസ്. അപ്പം ഞാൻ തന്നെ സ്വയം വീഡിയോ എടുക്കും. സംഭവം എനിക്ക് ഇഷ്ടമായത് ഈ മുതൽ തന്നെയാണ്. ഇതാകുമ്പോൾ സിമ്പിളാണ്, ഹമ്പിളാണ്. ലോക്കറ്റൂടെ ഇടുമ്പോൾ കൂടി ഒന്ന് റെഡിയാവും. നിന്നെ കാണാൻ കാത്തിരിക്കാടി ഞാൻ. എൻ്റെ ഒരു 10 കൊല്ലത്തേക്കെടുത്ത ചെയിൻ അതാണ് കിടക്കുന്ന. പൊള്ളി നന്നായിട്ട് ഹാർട്ട് പൊളിഞ്ഞു പോരുക. അപ്പൊ മര്യാദക്ക് സെലക്ട് ചെയ്ത് തന്നിട്ട് പോകും. ഞാൻ ഇന്നലെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുകയാണ്. എന്നെ പറ്റിക്കല്ലേ, അവർക്ക് വേറെ കഥയാ. അന്നെ ഞാൻ കൈ നീട്ടി തല്ലണം അല്ലെ മാറുന്നാടെ അങ്ങനെ. അയ്യോ സുന്ദരിയാന്ന് എല്ലാവർക്കും അറിയാടാ. എടുക്കുന്നടാ ഏത് ഇത് പെപ്പർ ചെയ്യുന്നില്ലടാ. പെപ്പർ ആയാലും സാൾട്ട് ആയാലും ഇതൊക്കെ അത്ര വെയിറ്റ് ഇല്ലടോ. എത്ര വെയിറ്റില്ല? എത്ര അതിന്റെ വെയിറ്റ്? 42 ഉണ്ട്. 48 ജമ്പ് ചെയ്യുന്നു. 40 ഉള്ളൂ. ഇതാ പിന്നെ അതില് വെയിറ്റ് ഉള്ളത്. ഇതാകുമ്പോ ഉറപ്പുണ്ടാവൂടാ. അതെ നല്ല ഉറപ്പാ. എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. കുറച്ച് ലെങ്ത്തും ഉണ്ട്. ഇടൂ അതും ഇട്ട് ഞാൻ ലൈവ് പോകുന്ന സമയത്ത് എല്ലാരും ചോദിക്കും ചെയിന് സ്വർണ്ണാണോ? ഞാൻ പറയാം അല്ല തിരൂർ പൊന്ന. ആരെയും വന്ന് കഴുത്ത് പിടിച്ച് എനിക്ക് പോയാ പോയില്ലേ. പക്ഷെ ഇതന്നല്ലേ ബിജിലി ചേച്ചിയുടെ കഴുത്തിലുള്ളത്. അല്ല നമുക്ക് ലെങ്ത്തിനെക്കാട്ടിലും അനുസരിച്ച് വെയിറ്റും കൂടി നോക്കണം കേട്ടോ. വെയിറ്റ് മാക്സിമം ഉള്ളത് എടുത്തോ. എനിക്ക് അത് വേണം ബിജിലി ചേച്ചി. ഇത് എങ്ങനെയാ? ഇത് നല്ല ചെയിനൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന് വെയിറ്റ് അത്ര ഇല്ലല്ലോ. വെയിറ്റ് ഇല്ല. ഇത് 40 ഗ്രാം. ഇതിലും വെയിറ്റ് ഇല്ല. ഇത് എന്റെ ഫ്രണ്ട് കേട്ടോ. കല്യാണം എടോ എന്നെ വീട്ടുകാർ ഇത്രയും ഒതുക്കിയായിട്ടും കഴിപ്പിക്കുന്നില്ല. ഞാൻ എന്താക്കാനാ? അറിവില്ലെടെങ്കിലും കല്യാണം കാര്യമായിട്ട് എന്റെ മോന് 15 വയസ്സായി. അടിപൊളി സന്തൂർ മമ്മി. ഓൻ എന്നെ ട്യൂൺ ചെയ്താൽ നോക്കി ഞാൻ പോയി. പണിയല്ലേ അത് നല്ല പോലെ പറഞ്ഞാൽ പോലെ നല്ലത് സെറ്റാക്കി കൊണ്ടുവരികയായിരുന്നു. പുതിയ വാച്ച് എടുക്കുക. നമ്മൾ വാച്ച് എക്സിബിഷനായി. എന്താണ് വാച്ച് എക്സിബിഷൻ ആയിട്ട് ഇവിടെ? ഞാൻ എക്സിബിഷൻ ഒരിക്കലും ഇവിടെ വാച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വേറെ വാച്ച് എടുത്തത് ഏതായാലും ബിജിലി ചേച്ചി 16,000 രൂപ വാച്ച് എടുത്തു.
ഏതാ കമ്പനി പോയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മക്കൾക്ക് രണ്ടാക്കും വാച്ച് കഴിഞ്ഞ് കൊടുത്തത്. ടൈമെക്സ് ഫാസ്റ്റ് ട്രാക്ക് എന്താ വേണ്ടത്? എന്റെ മക്കൾ 6ലും 9ലും പഠിക്കുന്ന പോലെ അതിനകത്ത് നയില്ല. നല്ല വിന്റേജ് കളക്ഷൻ ഉണ്ട്. വിജിലി ചേച്ചി കൊണ്ടോടിട്ടോ. ഇത് നല്ല അല്ല ഞാൻ വെള്ളോടെ ഞാന് നോക്കട്ടെ നമുക്ക് പിള്ളേർക്കൊക്കെ എത്രയാ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്? ഏത് മീൻസ് ഇതാണെങ്കിൽ 2000 മുതലുണ്ട്. ഞാനവിടെ 1000 രൂപ ഇട്ടിട്ടാണ് ഇങ്ങനെ പോയി അടുത്ത്. കാസിയോണോ ഏതാ? കാസിയോണ്ട്. കാസിയോന്റെ 1000 റേറ്റില്ല സ്റ്റാർട്ടിങ്. 2000 അല്ല 1200 വിന്റേജിൽ 1600 1500 സ്റ്റാർട്ട്. പിന്നെ പറഞ്ഞുതരാം. വാച്ച് എടുത്ത് കണ്ടോട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാല ഇതാണ്. വളരെ സിമ്പിളാണ്, നല്ല ലെങ്ത്തും ഉണ്ട്, യൂസ് ചെയ്യാനും സുഖമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മാല ഇതാന്ന് പറഞ്ഞതാ. യൂസ് ചെയ്യാനും സുഖമാണ്, നല്ല ലെങ്ത്തും ഉണ്ട്. എനിക്ക് കുറച്ച് ലെങ്ത്ത് വേണമല്ലോ. ഇത് മാരിനെ പോലെ 4-5 ഞാൻ കഴുത്തിലിട്ട് പോയാൽ മതിയായി. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഡെയിലി അവിടെ നല്ലത് രണ്ടും ഡെയിലി യൂസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതോ ഉറപ്പൊക്കെ ഉണ്ട്. കാരണം തൂക്കം കൂടുതൽ വരുന്നുണ്ടല്ലോ, തൂക്കം കുറഞ്ഞിട്ടല്ലോ. എനിക്ക് 2 പവന്റെ ലോക്കറ്റാണുള്ളത്, ഒരു 1/2 പവന്റെ ഏലസ്, 2.5 പവനൂടി ഇതിന്റെ മുകളിൽ. ഇത് 39 ഉള്ളൂ. ഇതാ പിന്നെയും വെയിറ്റ് ഉള്ളത്. ഇത് 39 തന്നെ. നമ്മൾ കുറച്ച് ലെങ്ത്തില് ഒരുപാട് കാഴ്ചയില്ലല്ലോ ഉള്ളത്, നല്ല കട്ടിയോ ഉറപ്പിലില്ലേ. ഇട്ടാലും ഒരു 2-3 ചെയിൻ ഇട്ടാലും ബോറില്ലല്ലോ. ബോറില്ല. മറ്റേത് ലൈവിൽ വരുമ്പോഴേക്ക് എല്ലാവരും ചോദിക്കും സ്വർണ്ണാണോ സ്വർണ്ണാണോ. ഞാൻ പറഞ്ഞ നല്ല തിരുപ്പന്നാണ്. അത് കാഴ്ച ഭയങ്കര കാഴ്ചയാണല്ലോ. ഏട്ടത്തി പറഞ്ഞത് നല്ലത് ഓവർ കാഴ്ചയില്ലാത്ത ഇങ്ങനത്തെ ടൈപ്പാണ് നല്ലത്. ഏട്ടത്തി അന്ന് അതെടുക്കാൻ പറഞ്ഞേ, നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിനെങ്ങനെയാടാ മേക്കിംഗ് ചാർജ്? ഇതും അതും കൂടി കമ്പയർ ചെയ്ത് ഇതും അതും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ആയിരുന്നു കേട്ടോ. സയാം ഗൾഫിൽ പോയി. ഇപ്പൊ ഇവിടെ താഴെ സ്റ്റാഫ് പറഞ്ഞതാ, ഞാൻ അറിഞ്ഞില്ല. ഇന്നെന്തായാലും നിനക്ക് യൂണിഫോം വേണ്ടടി. ഞാൻ പോയില്ലേ അതിന് ഞാൻ എന്നിട്ട് ഇന്നലെ ജാവേദ് ഖാനെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞെങ്കിൽ വന്നപ്പോ ഞാൻ വന്നപ്പോ ഇല്ലായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഓല് പറഞ്ഞു ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, മറ്റെന്നെ ചെയ്യണം എന്നു. എടാ മണിമാല ഉണ്ടോ? ഈ വെയിറ്റിലുണ്ടോ? എന്റെ കയ്യിൽ മണിമാലയായി ഞാൻ ഒന്ന് കൊടുത്ത്. 7.9 കുറവാല്ലേ അതിനെക്കാട്ടിലും? ആ അത് ശരി. ഇത് മേലെ ജസ്റ്റ് ലോക്കറ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നതിന് വിജിരി ചേച്ചി ആണോ, ഞാൻ അവിടുന്ന് ഒരു ലെഹങ്ക എടുത്ത് സംഗീതത്തിന് 1.5 ലെഹങ്കയാ മോളെ. നോക്കുമ്പോൾ ഇവർക്ക് കവർ ഇടാകുമ്പോഴേ ഷോപ്പറൊക്കെ കഴിഞ്ഞു വയ്ക്കുന്നുണ്ട്. എനിക്കൊരു കവറിലിട്ട് എന്നിട്ട് അതുകൊണ്ട് ഞാൻ ബസ് കയറേണ്ടിയ 3.5 കിലോ സ്കേർട്ട് മാത്രമുണ്ട്. ഞാൻ നേരെ ജാവേദ് ഖാനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ ഒരു ലെഹങ്ക എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ബാഗ് തരണം, ട്രാവലിംഗ് ബാഗ് തന്നെ. ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ ഇവിടെ റിസപ്ഷനിൽ പോയി പറഞ്ഞോന്ന് തന്നെ. താഴെ പോയി പറഞ്ഞോല്ലേ ഒരു ബാഗ് തന്ന് അതിലിട്ട് കൊടുത്തു. ഗൈസ് ഞാൻ ഇതാണ് ഇട്ടത്, അല്ല എടുക്കുന്നത്. ലോക്കറ്റ് ഇട്ട സമയത്ത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണ് നല്ലത്, ഇതാകുമ്പോൾ കഴുത്ത് നൂരണ്ട് അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ ലോക്കറ്റാണ് പണിപാട്, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. നിങ്ങളെ പണി എൻ്റെ തലയെ പിടിപ്പിച്ചേ. ലോക്കറ്റിന് എല്ലാവരും ഭയങ്കര അഭിപ്രായം. ഇതാണ് കുറച്ച് ലെങ്ത്തും ഉണ്ട്. കൃഷ്ണൻ മാത്രല്ല പേശും കയറി. ഞാൻ കണ്ട് എല്ലാരും കൂടെ ഉണ്ടോ?
എല്ലാം വേണം അല്ലേ? അങ്ങനെ തുണക്കുണ്ടാവും പറയാൻ പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെയാ, അനുഭവവും ഗുരു. അപ്പം ഇതാണ് ഗൈസ് നാം എടുത്തത്. അപ്പം നാമിന് പഴയ ചെയിനിൻ്റെ മുകളിൽ നിന്ന് നാമിന് ഇങ്ങോട്ട് കുറേ കിട്ടേണ്ടതാണ്. നാമിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഫോൺ നമ്പർ ഞാൻ പറഞ്ഞുതരാം. അതിൽ അന്നാണ് താത്തൻ്റെ പേരിലാണ് എടുത്ത്. ഓ ഫോട്ടോ വാൾപേപ്പറില്ലേ? ഇതാ നമ്പർ എഴുതിയെടുത്തു. ഞാൻ പറഞ്ഞിട്ടിനി കോളേജിൽ നാട്ടുകാരെ വിളിക്കണ്ടല്ലടാ പൊട്ടാ. അല്ല ഞാൻ ഇവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചേക്ക്, പിന്നെ നോക്ക് തൊഴിലുണ്ടാവൂല. സജ്ന ലാസ്റ്റ് പർച്ചേസിങ് അതാണ്. എടാ ഞാൻ ചാവാൻ പോകുന്നല്ലടാ, അങ്ങനെ കണക്കാക്കരുത്. ഈ ട്രേ തന്നാല് തന്നെ വേണോ? ക്യാമറ ഒക്കെ ഉണ്ടോ? നിങ്ങളിത് കാണുക, ജസ്റ്റ് ന്യൂസ് ലീവ് എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്താൽ മതി. മലബാറിന് നല്ല ഹൈപ്പ് ഇട്ടു. ഇവിടെ ബാക്കി എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാ. മലബാർ ഗോൾഡിൻ്റെ പ്രത്യേകതയാണ് മക്കളെ. ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ എന്നോട് സെയിൽസ്മാൻ പറഞ്ഞത് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഞാനങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ, ഞാൻ ഈ 2 എണ്ണേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പം ഈ മാനേജറെ വിളിച്ചപ്പോൾ ഈ ഉടനെ ഇവിടേക്ക് കൊണ്ടുപോയി നോക്കട്ടെ എന്ന് നോക്കിയപ്പം ആര് പറഞ്ഞു അത് കംപ്ലൈൻറ്റ് മാനുഫാക്ചറിങ് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ആ സാധനത്തിൽ നിന്ന് അപ്പം മാറ്റിയെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കാഴ്ചയില്ലാത്തൊരു ചെയിനാണ് എടുത്തത്. അതായാലും ഈ ലൈവിൽ വരുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കും, ഇത് സ്വർണ്ണമാണോ, ഇത് സ്വർണ്ണമാണോ, ഇത് സ്വർണ്ണമാണോ? സ്വർണ്ണയല്ല, മറ്റേ വലിയ. അപ്പോൾ കാഴ്ചയില്ലാത്തൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ, കുറച്ച് ലെങ്ത്തിലുള്ള, എനിക്ക് ലെങ്ത്തിലുള്ള മാല ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. മറ്റേതിനെക്കാട്ടിലും മേക്കിംഗ് ചാർജ് കുറവാണ്, മറ്റേതിനെക്കാട്ടിലും വെയിറ്റ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നാൽ ബാക്കി പൈസ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. എനിക്ക് കരിമണിമാല മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാല ഉണ്ടെങ്കിൽ ഒന്ന് മേടിക്കണം. അത് എങ്ങനെയാണെന്ന് അവസ്ഥ എന്നറിയില്ല കേട്ടോ. നോക്കിയിട്ട് ബില്ലെടുക്കണമെന്ന് പറഞ്ഞു. ബില്ലൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് മേടിച്ച സാധനമാണല്ലോ. അത് നോക്കട്ടെ. അതും മറ്റേതും ഓൻ്റെത് തന്നെയാണ്, രണ്ടും ഓൻ്റെത് തന്നെയാണ്. അപ്പം ഗൈസ് ചെയിൻ മാറ്റിയിട്ടുണ്ട്. തിന്നായിട്ടല്ലട. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള മതി, ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഇനി എങ്ങനത്തെ വേണ്ടതെന്നുള്ള അവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ബാലൻസ് വരുന്നത് അരുണേട്ടനൊരു മോതിരം എടുക്കുകയാണ്. ഏകദേശം ഒരു 3 ഗ്രാമിൻ്റെ മോതിരം എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് തപ്പിപ്പിടിക്കട്ടെ. എങ്ങനത്തെ വേണ്ടതെന്നൊന്ന് ആദ്യം ചോദിച്ചു നോക്കട്ടെ. റഫ്യൂസാട്ടോ, റഫ്യൂസാണ്. അതെ, എങ്ങനത്തതാ വേണ്ടിയതാ? റൗണ്ട് ആയിട്ടുള്ളതാണോ അല്ലെ കായ്ച്ചുള്ള മോഡലാണോ? അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഏതായാലും ഓന് ഡെയിലി യൂസ് ആട്ടോ. നീ കൂട്ടിക്ക് വെയിറ്റ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നും പറയില്ല. എടാ, റിങ്ങിനാണോ മാലക്കാണോ മേക്കിംഗ് ചാർജ് കുറവുണ്ടാവുക?
എനിക്കൊരു കരിമണിമാല എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേ ഇപ്പോഴത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ, മംഗല്യസൂത്രം. ഇതിനൊക്കെയോ? ഓ 2%. ജസ്റ്റ് ഇതൊന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ആടെയും ഒന്ന് നോക്കാം. ഇതെങ്ങനെയാ ഇത്? ഓ പഠിച്ചോണ്ടിരിക്കുകയാണ്. ലൈവില് ഞാൻ പറഞ്ഞു മോങ്ങുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ ആരാ മോങ്ങാണ്ടിക്കുക? അത് ഞാൻ മോങ്ങിയതാണോ? എനിക്കത് മോങ്ങിയതായിട്ട് തോന്നി. അത് മുത്തപ്പൻ്റെ എടുക്കുന്നല്ലേ? ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഇങ്ങനത്തെ എടുത്തോ, ലാസ്റ്റ് ചെയ്യുന്ന മോഡൽ. ഓനെ ബസ്സിലെ ഡ്രൈവറാ. സ്റ്റിയറിംഗ് ഇരിക്കുമ്പോൾക്ക് ഒട്ടും താഴെ പോകരുത്. എടാ കാപ്പി വേണ്ടാന്ന് എന്നോട് എത്തി. ഞാൻ മഞ്ഞൊരു ബോട്ടിൽ വെള്ളം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ഈയൊരു ഇത് മാത്രമേ പിടിച്ച് നിൽക്കുന്നുള്ളൂ. വേറെ ഉണ്ട് എന്ന് പറയുന്നത്. ഇതുണ്ട്. അയ്യോ 5 ഗ്രാമായിരുന്നു. ഫോണ് കഴിഞ്ഞിട്ട് 5 ഗ്രാം നടക്കില്ല. നമുക്കൊരു 3 ഗ്രാമേ നടക്കുള്ളൂ. ബാക്കി ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാതെ. വെറുതെ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് 80 ക്യാരറ്റ് ആയാലും കുഴപ്പമില്ല. എടാ നോക്കട്ടെ, 80 ക്യാരറ്റിന് മേക്കിംഗ് ചാർജ് കൂടുതലല്ലേടാ? റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനാ തന്നെ ഇത് 18 ക്യാരറ്റാണ്. ഡെയിലി യൂസ് റെഫ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ആണ് 18 ആകുമ്പോൾ കുറച്ചും കൂടെ ഗോൾഡാണ് ബെറ്റർ ആണ്. 22 ബെറ്റർ ആണ്. അതൊക്കെ ഇതെനിക്ക് ഒരാളുടെ ഓർമ്മക്ക് ഉള്ള മോതിരാണ്. അപ്പൊ ലൈഫ് ലോങ് നിൽക്കണം എന്നുള്ളത് കൊണ്ട് നീ എടാ അതെൻ്റെ മാമ മരിച്ച സമയത്ത് മാമൻ്റെ ഗോൾഡ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പോയി മേടിച്ചതാണ്. അപ്പം അത് ലൈഫ് ലോങ് നിൽക്കണം. 2 ഗ്രാമേ ഇതുള്ളൂ. 2 ഗ്രാമൊക്കെ ലൈഫ് ലോങ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 80 ക്യാരറ്റ് മാത്രമേ എടുക്കാൻ പറ്റൂ. എന്തായാലും കൊള്ളയാണ്, ഡാമേജ് ആവാം. ആ സമയത്ത് ഇന്ന പ്രാഗിനേക്കാട് നല്ല ഞാൻ 18 തരുന്നതല്ലേ. അന്ന ഞാൻ പ്രാഗല്ലേ കപ്പൽ മയ്യത്തു. ഞാൻ പ്രാക്ക് മാത്രമേ ഉള്ളൂ. നാഗവേക്ക് നിൽക്കണം. ബാക്കിയൊന്ന് പറഞ്ഞെടുക്കടി. നീ ബാക്കി കേട്ടിട്ട് പോയാ മതി. ഈ 2-ൽ ആശാന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് തീരുമാനിക്കാം. എനിക്ക് ആരും വീഡിയോ എടുത്തു തരാനില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക. ബാഗ് സ്റ്റാൻഡായിട്ട് ജീവിച്ച് പോവണ്ടേ മോളെ. മലബാറിൽ വന്നപ്പോൾ പറഞ്ഞത് ഇറങ്ങാനൊക്കെ കിടക്കുന്നേ ഉള്ളൂ. ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന മതി. മോതിരം കിട്ടൂല എന്നല്ല, ഞാൻ അങ്ങോട്ട് കൂട്ടേണ്ടി വരും.
അപ്പം കൂട്ടാൻ എൻ്റെ കയ്യിലില്ല. ആകെ 30,000 രൂപയാണ് ഇങ്ങോട്ടുള്ളത്. അതിന് കിട്ടുന്നത് മേടിച്ച് പോയാൽ മതി. ചെയർമാൻ എപ്പോഴാണ് വരിക? ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്നാണോ? ഹീറോയിസം. ഇപ്പോഴത്തെ കരിമണിമാലയിൽ പല പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതും കൂടി എടുത്താൽ ഞാൻ എങ്ങോട്ടാണ് അടുക? വരും 40 വരും 41 വരും 41 വരും. വേണ്ട, നമുക്ക് 30 കിട്ടുന്നത് മതി. 2 സംതിങ് മതി, അതാണ് പ്രശ്നം. ആ 2 സംതിങ് ആക്കും. വേറെ നെക്ലേസ് എടാ, ലൈറ്റ് വെയിറ്റ് എൻ്റെ കയ്യിലൊന്നും ഡയമണ്ട് ഉണ്ട്, പിന്നെ ഈ കഴുത്ത് കിടക്കുന്നതുണ്ട്, വേറെ ഒന്നും കൂടി ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് ലൈറ്റ് വെയിറ്റ്. ഈ കമ്മലൊക്കെ സ്റ്റഡൊക്കെ എവിടെയാണ് വരുന്നത്? താഴത്താ. ഇതിലില്ലെങ്കിൽ നമുക്ക് കമ്മൽ നോക്കാം. 3ന്റെ മുകളിലാണ് വരുന്നത്. അപ്പം കരിമണിമാലയും ക്യാൻസൽ. 3ന്റെ മുകളിലാണ്. എനിക്കൊരു 2.5 ഗ്രാം മതി. അപ്പോൾ അടുത്തത് നമുക്ക് കമ്മൽ നോക്കാം. വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ കയ്യിലുള്ളതൊക്കെ തൂങ്ങുന്ന കമ്മലാണ്. അല്ലാത്ത വേറെ നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, കമ്മൽ നോക്കാം. അത് നോക്കിക്കാട്ടെ. അങ്ങനെ അവിടുന്ന് മാറി കമ്മൽ സെക്ഷൻ എത്തി. എവിടെ ഉണ്ടോ നോക്കട്ടെ. ഒക്കെ തൂങ്ങുന്നതല്ലേ ഉള്ളത്, അല്ലെ 18 ക്യാരറ്റിൻ്റെ. അതൊന്നും ഞാൻ ഇടുന്ന മോഡലിന് വെയിറ്റ് കുറവുള്ളതുണ്ടോ? കുറച്ച് വരിയായിട്ട് ഇടുക്കി വെച്ചാൽ കുറച്ച് വലുത് വേണം. കാരണം ഞാൻ ഫുള്ള് തൂങ്ങുന്നതായിരുന്നു. നല്ല ലെങ്ത് ഉള്ള ടൈപ്പില്ലേ. ഇതൊക്കെ എത്രയാടാ വരുന്നത്? വെയിറ്റ് ആണ് നമുക്ക് പ്രശ്നം. ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതും എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. എനിക്കൊരു 2.5 ഗ്രാമേ ഇപ്പോഴത്തെ വെയിറ്റ് വെച്ച് കിട്ടുള്ളൂ.
എന്താ ഇപ്പം ചെയ്യുക ഗൈസ്? പൈസ തിരിച്ചെനിക്ക് വേണ്ട. പൈസ കയ്യിൽ വെച്ചാൽ ഞാൻ ചിലവാക്കി പോകും. ഒന്ന് എനിക്ക് ഇങ്ങനെ പോയായിരുന്നു. കളക്ഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് റൂബി ആണോടാ സ്റ്റോൺ വരുന്നത്? സാധാ സ്റ്റോൺ അല്ലേ? ഇതെനിക്ക് ലൈക്ക് അടിച്ചു. ഒരു വെറൈറ്റി മോഡലാണ് ഇതാ. പക്ഷെ എനിക്ക് എല്ലാത്തിനും ബട്ടൺ ഇടേണ്ടി വരും എന്നൊരു ഡൗട്ട് ഉണ്ട്. നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ. ഇതല്ലേ ബിജിലി ചേച്ചിന്റെ വൈറ്റ്. എനിക്ക് ഒന്നെങ്കിൽ നല്ല വലുതായിട്ട് നിന്ന്. എൻ്റെ പൊന്നെ, എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട് ഈ കമ്മൽ. രണ്ടും തൂങ്ങുന്നത്, നല്ല ലെങ്ത് വരുന്നതാ. അന്ന് ഞാൻ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യിച്ചതാണ്. ഒന്ന് 80 ക്യാരറ്റ് എടുത്തു പോയതാണ്. എനിക്ക് കുഞ്ഞു പുരം ഇടുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ ഇടണം. അങ്ങനെ 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 പറയില്ലടി. ഇതെപ്പടി ഇരിക്കും? ഇത് എത്രയുടെ വരിക വെയിറ്റ്? അല്ല, എത്ര റേറ്റ് എമൗണ്ട് വരും? ഇതൊന്നും അങ്ങോട്ട് ഒരു എന്ത് മേടിക്കണം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ 2 ഗ്രാമിൻ്റെ ഒക്കെ മറ്റേ 80 ക്യാരറ്റിൽ മറ്റേ ആ സൂചി നൂലും ഉണ്ടാവൂലേ? നീ പോയേ ഇനി 80 ക്യാരറ്റ് ശരണം. അവിടെ നിന്റെ ഒരു ദിവസം ഞാൻ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തില്ലേ? നീ ഫുഡ് കഴിച്ചായിരുന്നോ? അവിടെ നിന്ന് നേരെ 18 ക്യാരറ്റിലേക്ക് പോകുന്നു. ഇത് എനിക്കിവിടെ മോൾ കൂടാ, പക്ഷെ എനിക്ക് ടൈറ്റാട്ടോ. ഇത് ടൈറ്റിൽ നിൽക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ജസ്റ്റ് ഫ്ലെക്സിബിളാണ്. 2 സംതിങ് ആണ്, പക്ഷെ മേക്കിംഗ് ചാർജാണ് ഇതിന് കൂടുതലാണ്. പക്ഷേ ഗോൾഡ് റേറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ ഊരിപ്പോരും, അതാ പ്രശ്നം. എടാ, ഇങ്ങനെ ഒരു വലിച്ചിടുന്നൊരു സാധനമല്ലേ, ഒരു മുത്തുകൊണ്ട് ഇങ്ങനെ വലിക്കുന്നത്? ഗോൾഡില്ല, അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇവിടുന്ന് എടുത്തത്. ബ്രേസ്ലെറ്റ് പോലെ, ബാങ്കിൽ വെച്ച് ബ്രേസ്ലെറ്റ് പോലെ. ഇതാകുമ്പോ പിന്നെ ഊരിപ്പോരും. ഇത് വേഗം എവിടെങ്കിലും കൊളത്തിയാ ഊരിപ്പോരും. എൻ്റെ കയ്യിലുണ്ടായി ഞാൻ. ഇതാകുമ്പോ എനിക്കും മോൾക്കും യൂസ് ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട്. വെയിറ്റ് ഉണ്ടെങ്കിലും ഗോൾഡിൻ്റെ റേറ്റിനെക്കാട്ടിലും കുറവായിരിക്കുമല്ലോ.
ഒരുപാടാണ്. തോന്നിയില്ല. മോളെത്തിയില്ലേ? കുഞ്ഞുങ്ങൾ വീട്ടിലെത്തി. എത്ര സമയമായി ഞാൻ ഇവിടെ വന്നിട്ടെന്നറിയോ? ഞാൻ ഒടുക്കം 4 സെറ്റ് കമ്മൽ മേടിക്കാൻ തീരുമാനിച്ചു. സെക്കൻഡ് സ്റ്റെഡാട്ടോ. നാല് സെറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. വേറെ എനിക്ക് പറ്റിയതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറ്റിയതില്ലാത്തോണ്ട് അങ്ങനെ ബാലൻസ് വന്ന ഗോൾഡിൽ 4 കൂട്ടം സ്റ്റെഡെടുത്ത്. അപ്പം എല്ലാവരും ക്ലീൻ ചെയ്തോടെ ഇത് കുത്തിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ വരും കേട്ടോ. എല്ലാവർക്കും ഉള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു, കാരണം എൻ്റെ സിസ്റ്റർക്കൊക്കെ ഉള്ളതാണ്. അപ്പം 4 കൂട്ടം 80 ക്യാരറ്റിൻ്റെ സ്റ്റെഡെടുത്തു. ഏകദേശം ബാലൻസ് 30-ൻ്റെ അടുത്തായിരുന്നു ഉള്ളത്. പിന്നെ എൻ്റെ സെക്കൻഡ് സ്റ്റെഡ് എല്ലാം കൂടി കൊടുത്ത് എല്ലാം കൂടി 45 എമൗണ്ട് അങ്ങാണ്ടായിട്ടുണ്ട് മൊത്തമായിട്ട്, എനിക്കറിയില്ല. അതും പിന്നെ മാല മാറ്റുകയും ചെയ്തു. അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടി. ഇനി ഇത് കിട്ടിയിട്ട് വേണം നേരെ വീട് പിടിക്കാൻ. ഇപ്പം തന്നെ 5:39 എപ്പോൾ വീട്ടിലെത്തുമോ എന്തോ. ഫ്രെയിം മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി, അതിനൊന്നും സമയം കിട്ടിയില്ല. ഗോൾഡ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക് പിടിച്ചൊരു സംഭവം തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ വാച്ചിൻ്റെ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെയർമാനൊക്കെ ഉണ്ട് മുകളിൽ, മലബാർ ഗോൾഡിൻ്റെ. കാണാൻ പോയിട്ടില്ല. അപ്പം ഗോൾഡ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ മേക്കിംഗ് ചാർജ് നമുക്ക് കംഫർട്ടായിട്ട് വരാനോ അങ്ങനെയൊക്കെ ഇത്. ഞാനെടുത്ത കമ്മലിനൊക്കെ പീസ് റേറ്റ് ആട്ടോ വരുന്നത്, മേക്കിംഗ് ചാർജ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ കമ്മൽ എവിടെയായി? കുറേ എന്നോട് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ ആരോ എന്ന് ചോദിച്ചിട്ട് കമ്മലൊക്കെ മാറ്റിയിട്ടൊക്കെ ഒന്ന് ഡയമണ്ട് ആക്കിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളാരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും നല്ല നാവാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാ ഇപ്പം സംഭവം. സാധനം കിട്ടിയിട്ട് ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ എല്ലാം കൂടി തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഞാൻ. അപ്പം ഗോൾഡ് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. മാല ഞാൻ അവിടുന്ന് കഴുത്തിലിട്ട് കിട്ടോ, കാരണം ബസ്സിൽ തിരക്കാണെങ്കിൽ നമുക്ക് സേഫ് നമ്മുടെ കഴുത്തിൽ തന്നെയാണല്ലോ. അപ്പം കുറച്ച് ലെങ്ത് അധികമാണ്, പക്ഷെ എനിക്ക് ലെങ്ത്തിൽ ഭയങ്കര ഇഷ്ടമാണ് മാല ഇടാൻ. ഇപ്പോൾ കാഴ്ചയില്ലാത്ത മാല എടുത്തതാണ്. ഒന്നുകൊണ്ടാ വെച്ചാൽ മറ്റേ മാല ഇടുമ്പോഴേക്ക് പലരും ചോദിക്കും ഇത് സ്വർണ്ണാണോ എന്ന് ചോദിച്ചിട്ട് ലൈവിലൊക്കെ വരുമ്പം മെസ്സേജ് ചെയ്യും. അപ്പം ഞാൻ പറയാറില്ല തിരൂര് പൊന്നാണെന്ന് അറിയില്ല. അപ്പം ഇനി ബാക്കിയുള്ളത് ഞാൻ എടുത്തത് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. 1 2 3 4 ബോക്സിലാണ് ഗൈസ് മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണം മേടിച്ചത്. 4 ബോക്സിൽ. അപ്പൊ കാണണ്ടേ? അങ്ങോട്ട് അടുപ്പിച്ചോണ്ടേ. 2 ജോഡി സെയിം സെറ്റ്, 2 ജോഡിയും സെയിം സെറ്റാട്ടോ. ഒക്കെ ഓരോ ഗ്രാമേ വരുന്നുള്ളേ, അത് ഞാൻ പറഞ്ഞേ. ഇതേപോലെ 2 ജോഡി സെയിം സെറ്റ്. ഇത് ഭയങ്കര
പ്രീമിയം ആയിട്ടുള്ള കേട്ടോ. ഇത് 1 ഗ്രാമിൻ്റെ എന്തോ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ഫാൻസി ഒക്കെ ഇടുന്ന മാതിരി തിരിക്കുന്ന ഈ ഒരു സാധനമാണ്. ഡയമണ്ടിനൊക്കെ ഉണ്ടാകുന്ന സാധനം 80 ക്യാരറ്റാണ്. നല്ല ലാസ്റ്റ് ചെയ്യും, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടോ, റോസ് ഗോൾഡാണ് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടിയും 45 സംതിങ് കൊണ്ടാണ് ആയത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പം 4 പെട്ടി ഗോൾഡ് എന്തോ ഇവിടുന്ന് ഗിഫ്റ്റ് തന്നിക്ക്. എന്തോ നോക്കട്ടെ. ഇതാണ് സൈറ്റ് കൂടാത്ത. എവിടെ പോയാൽ ഈ അച്ചാറും കറിയും വിളമ്പുന്ന പാത്രമാണല്ലേ ഇവന്മാർ തരിക. ഗിവ് അവേ തരുന്നു, പൊട്ടാതെ വീട്ടിലെത്തിക്കാൻ പറ്റും ആർക്കെങ്കിലും. അപ്പോൾ എവിടെ ഇപ്പം തന്നെ പൊട്ടിയനെ. എവിടെ പോയാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തഴിഞ്ഞ ഒന്ന് പൊട്ടിച്ചത് അമ്മായിജിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഇന്നതാ ഇത്. അപ്പം അങ്ങനെയാണ്. അപ്പം മാല ഇതാണ്. ഇതാകുമ്പം വലിയ കുഴപ്പമില്ല, വലിയ കാഴ്ചയില്ല. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെയിറ്റ് കുറവുണ്ട് എന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. 8 എന്നുള്ളത് ഏറാന്നായിന്നേ ഉള്ളൂ. പക്ഷെ അത് വേറെ രീതിയിൽ മേത്ത് കയറി കിട്ടും, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ.